ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ വീഡിയോയിലേക്ക്. അതിനാവശ്യമായ ഒരു 5 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം. എണ്ണയും കുറച്ച് നെയ്യും ചേർത്താണ് വറുത്തെടുക്കുന്നത്. പ്രത്യേക ഒരു മണമാണ് നെയ്യൊക്കെ ചേർത്ത് നമ്മൾ ഉള്ളി വറുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമുക്കിത് നല്ല ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾക്ക് നമ്മൾ ഈ വറുത്തെടുക്കുന്നതിൽ കുറച്ച് നമ്മൾ ബിരിയാണിയുടെ മുകളിലിട്ട് കൊടുക്കും. കുറച്ച് നമുക്ക് കറിക്കകത്തും ഇടാൻ വേണ്ടിയാണ്. രണ്ടിനും കൂടിയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അങ്ങനെ ഉള്ളി വറുത്തെടുക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ സവാള അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അരി വേവിക്കാൻ പോകുക. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അത് ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുക്കാം. അത് വെള്ളം ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നത് ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അത് ചൂടായി വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് അരി കഴുകിയെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അടച്ച് വെച്ച് അത് വെള്ളം ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നല്ല വലിപ്പമുള്ള നല്ല സൈസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നെയ്യ് കുറച്ച് ചേർത്ത് കൊടുത്തു. ഞാൻ ചോറിനകത്ത് അരി വേകാവുന്നതിന് മുന്നേ കുറച്ച് നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. വെള്ളത്തിലേക്ക് ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് അതവിടെ നിന്ന് വേകട്ടെ. നല്ലപോലെ മൊത്തം അരി ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതവിടെ നിന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇറച്ചി കഴുകിയെടുത്ത് അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് വേവിക്കാൻ വെക്കാം. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗരം മസാല പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് ചേർത്താണ് ബീഫ് വേവിക്കുന്നത്. ഓരോ ടീസ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച പേസ്റ്റ് ഒരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ബീഫിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരു ശകലവും ഞാൻ വെള്ളവും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ തന്നെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കാരണം ബീഫിൽ വെള്ളം ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഒരു 5 വിസിലടിക്കണം. കുക്കറിലിരുന്ന് ഒരു 5 വിസിലടിക്കത്തക്ക രീതിയിൽ അത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളി വഴറ്റിയെടുക്കണം. എണ്ണ ഒഴിച്ചു, കറുവപ്പട്ട ഇട്ട് കൊടുത്ത് അത് നമ്മൾ സവാള അരിഞ്ഞിട്ട് കൊടുത്തു. നേരത്തെ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ചോറ് ഇടയ്ക്കൊന്ന് നോക്കണം വേകുന്നുണ്ടോയെന്ന്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരടുപ്പിൽ ചോറും ഒരടുപ്പിൽ ഗ്രേവിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി വഴറ്റി കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി വഴറ്റുന്നതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി നെയ്യും എണ്ണയും ഒഴിച്ചാണ് വഴറ്റുന്നത് കേട്ടോ. ഗോൾഡ് വിന്നറും കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് നമുക്ക് പകുതി വാടി വന്നതിലേക്ക് ഉള്ളി വാടി വന്നതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. നല്ലപോലെ വഴറ്റി കൊടുക്കണം. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ ഇളക്കണം കേട്ടോ. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. നല്ലപോലെ വാടി വന്നപ്പോൾ അതിലേക്ക് ഗരം മസാല കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കൂടെയൊക്കെ കറിക്ക് കളർ വേണമെങ്കിൽ ഒരു സ്വല്പം കൂടെ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇച്ചിരി പച്ചക്കുരുമുളക് കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ചേർത്ത് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട്.
ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല ഗ്രേവിക്ക്. അതിന് പകരമായിട്ടാണ് തൈര് ചേർക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. തൈരിൽ തന്നെ കിടന്ന് ഈ തക്കാളി ഉള്ളി എല്ലാം കൂടി ഇരുന്ന് വേകും. അത് ഒരു 5-10 മിനിറ്റിനുള്ളിൽ വേകും. ആ സമയം കൊണ്ട് നമുക്ക് കാഷ്നട്ടും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ചോറ് വെന്തത് ഊറ്റി ഞാൻ പാത്രത്തിലേക്ക് നെയ്യ് ചേർത്ത് ദമ്മാക്കാനായിട്ട് വെച്ചു. ഏകദേശം കുക്കറിൽ നിന്ന് ബീഫ് വെന്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ വെള്ളം ഒന്ന് പറ്റിയ ശേഷം ഞാനാണെങ്കിൽ ഗ്രേവിക്കകത്തേക്ക് ബീഫ് ഇട്ട് കൊടുത്തു. അതവിടെ ഇരുന്ന ഒരു 5 മിനിറ്റ് കൂടെ വേകട്ടെ. അതിൽ ആ ചാളൊന്ന് പറ്റി വരണം. പറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വറുത്ത് വെച്ചിരുന്ന ഉള്ളിയിൽ കുറച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കറിക്കകത്തിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉള്ളി വറുത്തതും കുറച്ച് പുതിനയില മല്ലിയില ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റാണ്. അതിൽ ചേർത്തതാണെങ്കിലും കുറച്ചുകൂടി ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ. ഞാൻ എസൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എസൻസ് ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് ഈ മല്ലിച്ചെപ്പും പുതിനയിലൊക്കെ ചേർക്കുന്നത്. അത് തന്നെ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. ഒരു ലെയർ ചോറിട്ടു. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രേവി ബീഫ് നടുക്ക് ഇട്ട് കൊടുക്കാം. ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ദമ്മാക്കാണ് കേട്ടോ. അടിച്ചോറ് മുകളിൽ നമ്മൾ ബീഫ് ഗ്രേവിയും കൂടെ ചേർന്ന് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം പിന്നെയും ചോറിട്ട് കൊടുക്കും. ഇവിടെ ഇങ്ങനെയാണ് എടുക്കാറുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചിലവരാണെങ്കിൽ കറി ഗ്രേവി താഴെ പാത്രത്തിൻ്റെ അടിയിൽ വശത്ത് ഇട്ടിട്ട് മുകളിൽ ചോറിടുന്നതാണ് സാധാരണ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാനിവിടെ 2 ലെയറായിട്ടാണ് എടുക്കാറുള്ളത്. അതാണ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാനും അതാണ് സൗകര്യം. അതനുസരിച്ച് ഞാൻ എടുക്കാറ്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. മുകളിൽ തന്നെ ഡെക്കറേഷനായിട്ട് കുറച്ച് സവാള വറുത്തതും പിന്നെ കാഷ്നട്ട് വറുത്തതും മുന്തിരിങ്ങ വറുത്തതും പിന്നെ ലാസ്റ്റ് പുതിന മല്ലിയില ഇട്ടൊന്നൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു സ്റ്റീൽ ഈ പാത്രത്തിൻ്റെ ഒരു കട്ടിയുള്ള അടപ്പെടുത്ത് അടച്ച് ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ ഒരു 5-6 മിനിറ്റ് വെച്ചാൽ മതി ദമ്മാക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി ഒരു ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിരിക്കും. കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.